വർക്കലയിൽ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച 19-കാരിയുടെ ആരോഗ്യനില തൃപ്തികരം. പ്രതി സുരേഷിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. വഴിമാറിക്കൊടുക്കാത്തതുകൊണ്ടാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് സുരേഷ് പോലീസിന് മൊഴി നൽകി. ശ്രീകുട്ടിയും പ്രതിയായ സുരേഷും കേരള എക്സ്പ്രസിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരേ ബോഗിയിലാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരുന്നത്. സുഹൃത്ത് അർച്ചനയോടൊപ്പം ശ്രീകുട്ടി ഡോറിനടുത്ത് നിന്ന് സംസാരിക്കുന്നതിനിടെ സുരേഷ് അവിടെ എത്തി. ഡോറിന് മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇരുവരും മാറിയില്ല. ഇതിൽ സുരേഷ് പ്രകോപിതനായി. പിന്നീടാണ് ശ്രീകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയത്. ഇത് കണ്ട് ഓടിയെത്തിയ അർച്ചനയെ ട്രെയിനിൽ നിന്ന് എടുത്ത് പുറത്തേക്കെറിയാനും സുരേഷ് ശ്രമിച്ചു. ട്രെയിനിലെ മറ്റു യാത്രക്കാർ എത്തിയാണ് മദ്യലഹരിയിലായിരുന്ന സുരേഷിനെ കീഴ്പ്പെടുത്തിയത്. പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് തവിട്ടി ന്യൂസ് വഴി ഞാൻ കണ്ട് അറിയാൻ വയ്യാ. ചോദിക്കണ്ട. സുരേഷ് സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണെന്ന് പോലീസ് പറയുന്നു. വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഭാര്യ വീട് വിട്ടു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. തൊഴിലന്വേഷിച്ച് ഏറ്റുമാനൂരിലേക്ക് പോകുന്നുവെന്നാണ് സുരേഷ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. തിരികെ നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് പെൺകുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സുരേഷിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിലും താൻ ഈ കുറ്റം ചെയ്തതായി സുരേഷ് സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ബിജു മടവൂരിനൊപ്പം സിജോ ബി ജോൺ, മീഡിയ 1.